തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രമേൽ വിനയാന്വിതനായിരുന്നു. അങ്ങനെ വിനയത്തിൽ കഴിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചിരുന്നു, മാതൃക കാഴ്ചവെച്ചിരുന്നു എന്നതിൻ്റെയൊക്കെ കുറേ ചരിത്രങ്ങൾ. അന്നൊരു ആറാബി തൻ്റെ ഒട്ടകപ്പുറത്ത് ഗ്രാമീണതയിൽ നിന്ന് വിശുദ്ധ മദീനയിൽ വന്നു. മസ്ജിദുൻ നബവിയിലേക്ക് ഒട്ടകവുമായി കയറി മസ്ജിദുൻ നബവിയിൽ ആ ഒട്ടകത്തെ മുട്ടുകുത്തിച്ച് ആൾക്കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കെ വന്ന് വിളിക്കുന്നത് യാ മുഹമ്മദ്, ഓ മുഹമ്മദ് എന്ന് പറഞ്ഞാണ്. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അങ്ങനെ നേരിട്ട് യാ മുഹമ്മദ് എന്ന് വിളിച്ചതിൽ ഒട്ടും പരിഭവപ്പെട്ടില്ല. ആ ഗ്രാമീണതയുടെ സ്വഭാവത്തിൽ വളർന്ന വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുകയോ കുറവ് ആരോപിക്കുകയോ ചെയ്തില്ല. അയാളോട് മാന്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിക്കുകയാണ് ചെയ്തത്. അയാളുടെ ആ യാ മുഹമ്മദ് വിളിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ മുന്നിൽ ഒരു വ്യക്തി വന്ന് പകച്ചു നിന്നു, വിറച്ചു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ധാരാളം കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് വലിയ ഒരു ധാരണയിൽ വന്ന് നിന്ന് തൻ്റെ മുന്നിൽ വിറക്കുന്നത് കണ്ട ആ മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞത് ഹവ്വിൻ അലൈക് എന്നാണ്, ലസ്തു ബി മലിക്കിൻ എന്നാണ്. ഇത് മക്ക ഫതഹിൻ്റെ വേദിയിലാണ്. മക്ക ഫതഹായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജയശ്രീലാളിതനായി മക്കയിൽ പരിലസിക്കുമ്പോൾ തീർത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താൻ വിജയത്തേരിലേറി അവിടെ ആശീർവദിക്കപ്പെടുമ്പോൾ വിനയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭരിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കരം പകർന്ന് വിറക്കുന്നതും അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പതറുന്നതും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ ആശ്വസിപ്പിക്കുകയാണ്. ഹവ്വിൻ അലൈക് അന ലസ്തു ബിമലിക്കിൻ, വിറക്കണ്ട, പതറണ്ട, പേടിക്കണ്ട, ഞാനൊരു രാജാവല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെക്കുറിച്ച് പറയുന്നത് അന ബിനു ഇംറഅത്തിൻ കാനത്ത് തഅകുലുൽ ഖദീദ്, ഖദീദ് തിന്ന് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയുടെ മകനാണ് ഞാൻ എന്നാണ് പറയുന്നത്. ഖദീദ് എന്ന് പറഞ്ഞാൽ അന്ന് അറബികൾ വിശിഷ്യ വിശുദ്ധ മക്കയുടെയും പരിസര പ്രദേശങ്ങളുടെയും സാഹചര്യത്തിൽ അവരുടെ ഒരു മുഖ്യ ആഹാരമാണ് ഖദീദ്. മക്കയിൽ കഅബയിലേക്ക് ബലിമൃഗങ്ങളെ നേർച്ചയാക്കി കൊണ്ടുവരും. അതേപോലെ ഉംറയുടെയും ഹജ്ജിൻ്റെയും സീസണുകളിൽ മക്കയിലേക്ക് ആട്, മാട്, ഒട്ടകങ്ങളെ, വിശിഷ്യ ഒട്ടകങ്ങളെ കൊണ്ടുവരും. എന്നിട്ട് മക്കയിലും മിനയിലുമൊക്കെ ഇട്ട് ആ മൃഗങ്ങളെ അറുത്താൽ അതിൻ്റെ മാംസങ്ങൾ അത് അവിടുത്തെ സാധുജനങ്ങൾക്ക്, ആളുകൾക്ക് വിതരണം ചെയ്യും. ഈ മാംസം ലഭിച്ച ആളുകൾ അത് മുറിച്ച് പാകപ്പെടുത്തി പിന്നെ മക്കയിലുള്ള ആ പാറകളിലിട്ടു ഉണക്കി. ഈ ഉണക്ക മാംസമാണ് മക്കയിൽ ആളുകളുടെ, പരിസര പ്രദേശങ്ങളിൽ ആളുകളുടെ മുഖ്യ ആഹാരം. ഉണക്കിയ മാംസം, അതിനാണ് ഖദീദ് എന്ന് പറയുക. അത് അവർ എടുത്തു വെക്കും. മക്ക കൃഷിയോഗ്യമല്ല. അതുകൊണ്ട് തന്നെ അവിടെ കാർഷിക വിളകളും ഫലങ്ങളും പഴങ്ങളുമൊക്കെ അന്ന് യഥേഷ്ടമല്ല. ആളുകളുടെ മുഖ്യമായിട്ടുള്ള വിഭവം ഇതാണ്, ഈ ഉണക്കിയ മാംസം. അത് ശേഖരിക്കുക, ആ രീതിയിൽ സംസ്കരിച്ച് ഉണക്കി വെക്കുക, ഇതായിരുന്നു അവിടുത്തെ പതിവ്. അപ്പോൾ ഇത് തിന്ന് ജീവിച്ച, അതാണ് ഖദീദ് തിന്ന് ജീവിച്ച സ്ത്രീയുടെ, ആമിന ബിന്ത് വഹബിൻ്റെ മകനാണ് ഞാൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഞാൻ രാജാവൊന്നുമല്ല, എൻ്റെ മുമ്പിൽ പകക്കണ്ട, ഭയക്കണ്ട, ഹവ്വിൻ അലൈക് എന്ന് പറഞ്ഞ് അയാളുടെ പേടി ഒഴിവാക്കിയ നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിലത്തിരുന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിക്കുകയാണ്. വളരെ വിനയപുരസരനായിരുന്നു ഭക്ഷിക്കുമ്പോൾ ആറാബി വന്നിട്ട് ചോദിക്കുകയാണ്, മാദിഹിൽ ജിൽസ, ഇതെന്തൊരു ഇരുത്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് വലിയ വലിയ വിഷയങ്ങൾ കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനവും പദവിയും ഒക്കെ ഗ്രഹിച്ച് വന്നു നോക്കുമ്പോൾ നിലത്തിരുന്ന് ഭക്ഷിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാണ് പറയുന്നത്, ഇതെന്തൊരു ഇരുത്തമാണ്, ഇതെന്തൊരു ഭക്ഷണമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആകുലു കമായ യഅകുലുൽ അബ്ദ് വ അജ്ലിസു കമായ യജ്ലിസുൽ അബ്ദ്. ഒരടിമ ഇരിക്കുന്നത് പോലെ ഞാൻ ഇരിക്കും, ഒരടിമ തിന്നുന്നത് പോലെ ഞാൻ ഇരുന്ന് തിന്നും, ഒരു പ്രശ്നമല്ല. ഇത്രമേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിനയം അത് മറ്റുള്ളവർക്ക് അനുഭവിക്കുമാർ, മറ്റുള്ളവർ അറിഞ്ഞു ഉൾക്കൊള്ളുമാർ പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ചരിത്രം. ഖന്തക്കിൻ്റെ കുഴിവെട്ടിയപ്പോൾ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ സഹാബികളോടൊത്ത് കുഴിവെട്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോടൊത്ത് വർത്തിച്ചു എന്നതിൻ്റെ ചരിത്രം ഇവിടെ നമ്മൾ കേൾക്കുകയുണ്ടായി. അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നത്, വിശുദ്ധ മദീനയിൽ അക്രമികളായി വന്ന സഖ്യകക്ഷികളെ ചെറുക്കാൻ വേണ്ടി മദീനയിൽ കിടങ്ങ് കുഴിച്ച സന്ദർഭത്തിൽ ആഴത്തിൽ, നീളത്തിൽ, വീതിയിൽ അവിടെ കുഴിവെട്ടുമ്പോൾ ആ കുഴിവെട്ടുന്നത് ഏറെ ശ്രമകരാണ്. പാറകളാണ്, ഉറച്ച മണ്ണാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഴിവെട്ടിൽ
പങ്കെടുത്തു. ബറാഅ് പറയുകയാണ് ഹത്ത ഇഗ്ബറ ബത്നുഹു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വയറ് മണ്ണുകൊണ്ട് പൊതിഞ്ഞു എന്നാണ്. അത്രമേൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ മണ്ണ് കൊത്തുന്നതിൽ കുഴിക്കുന്നതിൽ പങ്കാളിയായി എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ബിഷപ്പിൻ്റെ ഊക്ക് കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കല്ലുകൾ വെച്ച് തൻ്റെ വയറിനെ വരിഞ്ഞു കെട്ടി അതിൽ പങ്കാളിയായ ചരിത്രമൊക്കെ നമ്മൾ വായിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഴി വെട്ടുന്നവർക്ക് ആശ്വാസമാകാൻ പാടിയ വരികൾ നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായി. ഫവല്ലാഹി ലൗലല്ലാഹു മഹ്തദൈന വലാ തസദ്ദഖ്ന വലാ സല്ലൈന ഫഅൻസിലൻ സകീനതൻ അലൈന വഇൻ അറാദു ഫിത്നതൻ അബൈന വഅൻസിലൻ സകീനതൻ അലൈന ഫൻസുരിൽ അൻസാറ വൽ മുഹാജിറ എന്നൊക്കെ തുടങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വരികൾ കവിത ചൊല്ലി പണിയെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആളുകളോടൊപ്പം അപ്പോൾ പറയുന്നത് ഫവല്ലാഹി ലൗലല്ലാഹു മഹ്തദൈന, അള്ളാഹുവാണേ സത്യം, അള്ളാഹു ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ സന്മാർഗത്തിൽ ആളുകളാകുമായിരുന്നില്ല. വലാ തസദ്ദഖ്ന വലാ സല്ലൈന, ദാനധർമ്മം നിർവഹിക്കുകയോ നിസ്കരിക്കുകയോ ചെയ്യുമായിരുന്നില്ല. എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹ കടാക്ഷമാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കവിത ചൊല്ലുകയാണ്. അതുകൊണ്ട് ഫഅൻസിലൻ സകീനതൻ അലൈന, സമാധാനം നീ ഞങ്ങളുടെ മേൽ അവതരിപ്പിക്കണമേ. ഫൻസുരിൽ അൻസാറ വൽ മുഹാജിറ, അൻസാരികളെയും മുഹാജിറുകളെയും നീ സഹായിക്കണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വരികൾ പാടുകയാണ്. അതുപോലെ വൽ മുശ്രികൂന ഖദ് ബഗൗ അലൈന വഇൻ അറാദു ഫിത്നതൻ അബൈന, മുശ്രിക്കീങ്ങൾ ഞങ്ങളുടെ നേരെ അതിക്രമവുമായി വന്നിരിക്കുകയാണ്. അവർ കുഴപ്പമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഞങ്ങൾ കുഴപ്പവും ഫിത്നയും ഉദ്ദേശിക്കുന്നേയില്ല, ഞങ്ങളത് വിസമ്മതിക്കുന്നു. ഇതൊക്കെ സഹാബികളോടൊത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോടൊപ്പം പാടുമ്പോൾ സഹാബികൾ പ്രതികരിച്ച് പാടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വൽ മുശ്രികൂന ഖദ് ബഗൗ അലൈന വഇൻ അറാദു ഫിത്നതൻ അബൈന എന്ന് സഹാബികളോടൊത്ത് പാടുമ്പോൾ പിന്നെ അബൈന 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 എന്ന് ആവർത്തിച്ചും ഒച്ച ഉയർത്തിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാട്ടിൽ സഹാബികളോടൊത്ത് പാടി. ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിനയം നോക്കൂ നിങ്ങൾ. എത്രമേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളുടെ ഇടയിൽ അവരിൽ ഒരാളെന്ന പോലെ വർത്തിക്കുകയുണ്ടായി. പറയുമ്പോൾ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? തിരുനബിയുടെ സ്ഥാനം എത്രയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്രമേൽ പ്രത്യേകതകളും പ്രാധാന്യവും കൽപ്പിച്ച ഒരു ദൂതനാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുനബിയുടെ ഒരു വിഷയം മാത്രമല്ല, നമ്മൾ പൂർവ്വപ്രവാചകന്മാരുടെ വിഷയവും ചരിത്രത്തിൽ വായിക്കുമ്പോൾ ഇത്തരം വിനയത്തിൻ്റെ മഹിത മാതൃകൾ വായിക്കുന്നു. അതിലൊരു ഉദാഹരണം നമ്മൾ കേട്ടു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ 10 പേർ മിസ്റിൽ അദ്ദേഹത്തിൻ്റെ ഔദാര്യത്തിന് വേണ്ടി, ആനുകൂല്യത്തിന് വേണ്ടി കൊട്ടാരത്തിലെത്തിയ സന്ദർഭം. അന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മിസ്ർ ദേശത്തിൻ്റെ അസീസാണ്, അവിടുത്തെ പ്രഭുവാണ്. ഉന്നത അധികാരങ്ങൾ നൽകി വാഴ്ത്തപ്പെട്ട മഹാനാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അതിനു മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയാക്കി ആദരിച്ച മഹാനാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. ആ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് അടുത്ത് വർത്തിച്ച് യൂസുഫിൻ്റെ സഹോദരങ്ങൾ വളരെ വൈകിയാണ് തങ്ങളുടെ സഹോദരനായ യൂസുഫാണ് ഇത് എന്ന് അദ്ദേഹത്തെ തിരിച്ചറിയുന്നതും മനസ്സിലാക്കുന്നതും. ഈ സഹോദരങ്ങൾ ഈ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് വലിയ അക്രമം ചെയ്തവരാണ്. ചില അന്യായങ്ങൾ നല്ല അളവിൽ വന്നുപോയവരാണ്. ആ സഹോദരങ്ങളാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ തിരിച്ചറിഞ്ഞപ്പോൾ ഖാലു അഇന്നക ലഅൻത യൂസുഫു എന്ന് പറയുന്നത്. അവർ പറഞ്ഞു, തീർച്ചയായും താങ്കളാണോ യൂസുഫ്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഖാല അന യൂസുഫു വഹാദാ അഖി ഖദ് മന്നല്ലാഹു അലൈന. അന യൂസുഫ്, ഞാൻ യൂസുഫാണ്. വഹാദാ അഖി, ഇതെൻ്റെ പൂർണ്ണ സഹോദരൻ ബിന്യാമീനുമാണ് എന്ന് പറയുന്നത്. അഇന്നക ലഅൻത യൂസുഫ്, തീർച്ചയായും താങ്കളാണോ യൂസുഫ് എന്ന് ഈ സഹോദരങ്ങൾ ചോദിക്കുമ്പോൾ, പേര് വിളിച്ച് പരിചയപ്പെടുമ്പോൾ, ഈ യൂസുഫ് അന്ന് അസീസ് മിസ്റാണ്, മിസ്റിൻ്റെ അസീസാണ്. ഇന്നലെ അവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞത് യാ അയ്യുഹൽ അസീസ് എന്നാണ്, അല്ലയോ അസീസ് എന്നാണ്. അപ്പോൾ അവർക്കറിയാം ഇത് മിസ്റിൻ്റെ അസീസായ യൂസുഫാണ് എന്ന്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കൊട്ടാരത്തിൽ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തോട് രാജാവേ എന്നോ അസീസേ എന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പദവികളെയൊക്കെ എണ്ണി ഒന്നുമല്ല അദ്ദേഹത്തെ വിളിക്കുന്നതും ചോദിക്കുന്നതും പരിചയപ്പെടുന്നതും. ഇന്നക ലഅൻത യൂസുഫ് എന്നാണ്. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വിനയാനിതനായി ആ അഭിസംബോധനയ്ക്ക് മുമ്പിൽ അദ്ദേഹം പറഞ്ഞു അന യൂസുഫ്, ഞാൻ യൂസുഫാകുന്നു എന്ന്.
നോക്കൂ നിങ്ങൾ, ഇതറിയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിനയത്തെയാണ്, അഭവ്യമായിട്ടുള്ള പെരുമാറ്റത്തെയാണ്. ഈ വിനയവും ഭവ്യതയും അദ്ദേഹത്തിൻ്റെ അളവൊട്ടും കുറച്ചില്ല, അദ്ദേഹത്തിന് ഒരു ഭംഗവും വരുത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മാ തവാദഅ അബ്ദുൻ ഇല്ലാ റഫഅഹുല്ലാഹ്, ഏതൊരു ദാസൻ വിനയം കാണിച്ചോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഉയർത്തുമെന്ന്. അതുകൊണ്ട് തന്നെ വിനയം അത് നമുക്ക് ഉയർച്ചയാണ് സമ്മാനിക്കുക. വിനയം വിശ്വാസത്തിലും വിജ്ഞാനത്തിലും നമുക്ക് പോഷിപ്പും വർധനവുമാണ് ഉണ്ടാക്കുക. നമ്മൾ അടിയാറുകളോട് വിനയമുള്ളവരായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആദരിക്കുകയും അല്ലാഹു നമ്മളോട് കനിയുകയും ചെയ്യും എന്നുള്ളത് കട്ടായമാണ്. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീല.